ഹലോ കൂട്ടുകാരെ, 3 കോമറ്റ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ യാത്ര മധുരയിലേക്കാണ്. അങ്ങനെ കമ്പത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ മധുരയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മധുരയ്ക്കുള്ള ഒരു റൂട്ട് തിരിഞ്ഞതാണ്. ഇത് ശരിക്കും ചെന്നൈ തേനി ഹൈവേ ആണ്. ഹൈവേ എന്ന പേരൊക്കെ ഉണ്ടെങ്കിലും റോഡൊക്കെ അത്ര ഇതൊന്നുമല്ല, നല്ല റോഡൊന്നുമല്ല. ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല തിരക്കിന്റെ ഒരു ടൈമാണ്. പിന്നെ ഈ ഇവിടെ മുതൽ അങ്ങോട്ടങ്ങ് ബിരിയാണികളുടെ ഒരു ഏരിയയാണ്. നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഡിണ്ടിഗൽ ബിരിയാണി, ആമ്പൂർ ബിരിയാണി, തൊപ്പി വാപ്പ ബിരിയാണി, ഹനീഫ ബിരിയാണി. അതെ 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 അങ്ങനെ അതിന്റെ കടകൾ ഇഷ്ടം പോലെ, ഔട്ട്ലെറ്റുകൾ ഒരുപാടുണ്ട്. അലൻമോൻ ഉറക്കമായി. ആൽഫിമോൻ തന്റെ സീറ്റിന്റെ താഴെയുണ്ട്, അവിടെ ചുരുണ്ടിരുന്ന് ഉറങ്ങുന്നു. നീസാക്കുട്ടി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, കാഴ്ചയാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മധുര ടൗണിലെത്തി. ഇതാണ്ടോ നല്ല തിരക്കാണ്. നട്ടുച്ച സമയമായിട്ട് പോലും റോഡിലൊക്കെ ഭയങ്കര തിക്കും തിരക്കുമാണ്. ഇനി വേണം ഞങ്ങൾക്ക് റൂം എടുക്കാനും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ടും. മധുരയിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ ഫേമസ് റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് തപ്പിയായിരുന്നു. ആദ്യമേ കണ്ട പേര് റിയാസ് ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം തന്നെ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി. അച്ഛൻ തമിഴ്നാട് ബിരിയാണിയാണ്, അത് രസമുണ്ട്. ഞങ്ങൾ ചിക്കൻ എങ്ങനെയുണ്ട്? അലൻ 65 നിൽക്കുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് 65? അലന് മട്ടൻ ബിരിയാണി മതി, അതുകൊണ്ട് എനിക്ക് മട്ടൻ ബിരിയാണി മതി. റിവ്യൂവിൽ കണ്ടതുപോലെ തന്നെ അടിപൊളി ബിരിയാണി, ഒന്നും പറയാനില്ല. അപ്പം മധുര വരുന്നവരെ നിർബന്ധമായും റിയാസ് ബിരിയാണി ട്രൈ ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പർ ആണോ? മട്ടനൊക്കെ വെന്തിട്ടുണ്ടോ? ആണോ? ആ സൂപ്പർ. ഓക്കെ, കഴിച്ചോ. സാധനം അലനൂടെ കഴിച്ചു തീർന്നാൽ ഞങ്ങൾ പോവും. ഞങ്ങൾ അവസാനം ഒരു ലൈം ജ്യൂസിനെ മേടിച്ച് കുടിച്ചു, നല്ലതായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി കേട്ടോ. ഗ്രാൻഡ് ശബരീഷ് എന്ന് പറഞ്ഞ ഈ റിയാസ് ബിരിയാണിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബിസിനസ് ക്ലാസ് ഹോട്ടലിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അടിപൊളി റൂമായിരുന്നു. അവിടെ ചെന്ന് ഒന്ന് ഫ്രഷായി ഞങ്ങൾ നേരെ കാഴ്ചകൾ കാണാനായിട്ട് മധുരയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ഊബർ ഓട്ടോ എടുത്താണ് പുറത്തേക്ക് ഇറങ്ങിയേക്കുന്നത്. വണ്ടി കൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ്. ഞങ്ങള് അപ്പം മധുരയുടെ തെരുവീതികളിൽ കൂടെ ഇങ്ങനെ ഓട്ടോയിൽ പൊക്കോണ്ടിരിക്കുവാണ്. ആയിട്ടുള്ള ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് ഇറങ്ങുന്നത് റിസ്ക്കാണ്. കാരണം പലതും വൺ വേ ആണ്, ചിലയിടത്ത് നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പം കറക്റ്റ് കിട്ടിയെന്ന് വരുന്നില്ല. അപ്പം ഞങ്ങളൊരു ഓട്ടോ ഹയർ ചെയ്ത് തിരുമലൈ നായ്ക്കർ മഹാൽ അവിടെ പോവാണ്. അവിടെ നൈറ്റ് ഷോയും തിരുമലൈ നായ്ക്കർ മഹാലിലേക്കാണ് പോകുന്നത്. തമിഴ്നാടിന്റെ വേറൊരു സെറ്റപ്പാണിത്. ഇപ്പൊ ഞങ്ങള് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. അയ്യോ, രണ്ട് സൈഡ് നിറയെ കടകളാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും പൂക്കളും അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഞങ്ങള് തിരുമലൈ നായ്ക്കർ പാലസിന്റെ ഫ്രണ്ടിലെത്തി. അവരെല്ലാരും അകത്തേക്ക് കയറി, നമ്മൾ അകത്തേക്ക് പോകാൻ പോവാണ്. മിരാ, അകത്തോട്ട് പോവാം.
ഞങ്ങളിവിടെ എത്തിയപ്പോൾ 5 മണി കഴിഞ്ഞായിരുന്നു. 5 മണി വരെയേ ഉള്ളൂ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ 6 മാസമായിട്ട് വർക്കിംഗ് അല്ല. അവിടെ ചെറിയ റിനോവേഷൻ വർക്കൊക്കെ നടക്കുവാണ്. അപ്പം നാളെ അവിടേക്ക് പോകാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് മാരിയമ്മൻ ടെമ്പിൾ തെപ്പക്കുളം. ഇവിടെ വലിയൊരു അട്രാക്ഷൻ ഉണ്ട്. ഇതിൻ്റെ മുമ്പിലത്തെ ഈ അമ്പലക്കുളമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതൊരു വലിയ സമുദ്രം പോലെയുള്ള ഒരു അമ്പലക്കുളമാണ്. ഈ കുളത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യം പോയ നായ്ക്കർ മഹൽ ഉണ്ടല്ലോ, ആ കൊട്ടാരം പണിയാൻ വേണ്ടി എടുത്ത സർവ്വ കല്ലുകളും മണ്ണും എല്ലാം എടുത്ത ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതൊരു വലിയൊരു കുഴി പോലെ കിടക്കുന്ന കണ്ട് അന്നത്തെ നായ്ക്കർ മഹാരാജാവ് ഇതിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന വൈഗ നദി, ആ നദിയിൽ നിന്നും 4 വശത്തു നിന്നും ടണൽ വെട്ടി ഇതിലേക്ക് വെള്ളം ഒഴുക്കി. അങ്ങനെ ആ സ്ഥലം ഒരു കുളമായിട്ട് മാറി. എത്ര കടുത്ത വേനൽ വന്നാലും ഈ കുളം ഒരിക്കലും പറ്റത്തില്ല. പിന്നെ നടുക്ക് കാണുന്ന ഈ അമ്പലം എന്ന് പറഞ്ഞാൽ വിനായകരുടെ അമ്പലമാണ്. അത് വർഷത്തിൽ ഒന്നുള്ള ഒരു ഉത്സവത്തിന് മാത്രമേ ഇത് ഓപ്പൺ ആക്കത്തുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ ഈ പറയുന്ന ചൂടുമെല്ലാം അങ്ങ് പോയി. ഇപ്പൊ ചൂടില്ല, ചൂടെല്ലാം പോയി. നല്ല ഒരു പ്ലസന്റ് ആയി, നല്ല കാറ്റുണ്ട്. ഇപ്പൊ നല്ല രസകരമായ ക്ലൈമറ്റാണ്. ഈ കുളത്തിൻ്റെ 4 ഭാഗങ്ങളും നിറയെ കടകളാണ്. ഫുഡിൻ്റെ ഉണ്ട്, ടോയ്സിൻ്റെ ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കടകൾ. പിള്ളേർക്ക് പിന്നെ എവിടെ എന്ത് ടോയ് കണ്ടാലും അതെല്ലാം വേണം. പക്ഷെ ശരിക്കും ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ. എല്ലാം ചുമ്മാ 3rd ക്വാളിറ്റി ടോയ്സ് ആണ് വെച്ചേക്കുന്നത്. പിന്നെ കൈ പിടിച്ചുകൊണ്ട് നടക്കാനും കൊണ്ട് കളിക്കാനും ഒക്കെ വേണ്ടി മാത്രം. ഇത് എന്നതാ ചെറിയ എവിടെ നമ്മുടെ തെങ്ങിന്റെ എടി തെങ്ങിന്റെ മണ്ട കഴിക്കാൻ നീ എന്തോ ചെല്ലിയാന്ന്. അങ്ങനെ തിന്നതും തിന്നിട്ടില്ലാത്തതുമായ പല സാധനങ്ങളൊക്കെ കഴിച്ച് കുറേ അൽക്കുൽസ് ടോയ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കണ്ട് സന്ധ്യ വരെയും അവിടെ തന്നെ നിന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ല കാഴ്ചകൾ, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഈ തെപ്പക്കുളം. രാത്രിയില് നമ്മുടെ ഓട്ടോയൊക്കെ ഊബർ ഓട്ടോ DJ പാർട്ടിയൊക്കെയാണ് നടത്തുന്നത്. അകത്ത് DJ സ്റ്റൈലിലാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. രാത്രിയായിട്ടും റോഡിലെ തിരക്കുകൾക്കൊന്നും ഒരു കുറവുമില്ല. ഒരു ട്രാഫിക് സിഗ്നലിൽ അവിടെ വന്നപ്പോൾ ഞങ്ങളൊരു കുഞ്ഞുവാവയെ കണ്ടു. ഇവരെ കണ്ടപ്പോഴത്തേക്കും വാവയ്ക്ക് ഭയങ്കര സന്തോഷം, ചിരിയും കളിയും കൈ കൊട്ടി കാണിക്കുകയും ഒക്കെ.
അങ്ങനെ റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ വേറൊരു ഓപ്ഷൻ നോക്കാനേ പോയില്ല, റിയാസിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഡിന്നറിനും പോകുന്നത്. ഇത് നമ്മുടെ ചെന്നൈ സിൽക്സ് ആണ്, വമ്പൻ കടയാണ്. ബിരിയാണി ഞാൻ ഇപ്പൊ തിന്നുവാണ്. കറി ഇതാണ്. അപ്പൊ ഞങ്ങൾ തിന്നിട്ട് ശേഷം കാണാം. ഞങ്ങൾ ബട്ടർ നാനും ചിക്കനും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. തന്ന ഫുഡെല്ലാം അടിപൊളി, ഉച്ചയ്ക്കത്തെ ഫുഡ് പോലെ തന്നെ അടിപൊളി ഫുഡായിരുന്നു വൈകിട്ടും ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ബാക്കി യാത്രാ വിശേഷങ്ങളെല്ലാം നാളെ കാണാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.